എൻ്റെ പേര് റോജിനി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുവാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരിയിലാണ്. മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ 2018 ഒക്ടോബറിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഭർത്താവിൻ്റെ പേര് അരുൺ എന്ന. 5 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ 3 ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റും ചെയ്തിട്ടും എല്ലാം ഞങ്ങൾക്ക് നെഗറ്റീവായിരുന്നു. അവർ 3 ഹോസ്പിറ്റലിലും ഒരുപോലെ പറഞ്ഞത് IVF വഴിയേ ചാൻസ് ഉള്ളൂ, നാച്ചുറലായിട്ടൊരു ബേബി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഴപ്പമായിരുന്നു. എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫോളിക്കിൾസിൻ്റെ കൗണ്ട് കുറവ്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ വേണം. അപ്പം അതില്ലാത്തത് കൊണ്ട് ഒരു ഫീമെയിൽ ഡോണറിനെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂ. എൻ്റെത് വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരു 10% ചാൻസേ ഉള്ളൂ എന്ന ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത്. 3 ഹോസ്പിറ്റലിലും ഞങ്ങൾ കുറേ മരുന്ന് കഴിച്ചു, എല്ലാം ചെയ്തു, പക്ഷേ ഒരു റിസൾട്ടും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ 2022 ഫെബ്രുവരിയിൽ ഞാനും അമ്മയും ജീവിത പങ്കാളിയായിട്ട് എൻ്റെ ഹസ്ബൻഡുമായിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ മെയിൻ ഞങ്ങൾ ഫസ്റ്റ് വെച്ച കാര്യം തന്നെ ഒരു കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിൻ്റെ ആവശ്യം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചത്. ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടുത്തെ നേർച്ച സാധനങ്ങൾ മേടിച്ചിട്ട് പോയി തൈലം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഒരു മെഡിസിൻ പോലും കഴിച്ചില്ല. 2023 ജനുവരിയിൽ ആ വർഷം ആദ്യം തന്നെ ജനുവരി മാസം തന്നെ ഞാൻ കൺസീവായി. ഒരു മരുന്നോ ട്രീറ്റ്മെൻറ്റോ ഇല്ലാതെ തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ആ വർഷം ഓഗസ്റ്റ് 31 എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി അമ്മ അനുഗ്രഹിച്ചു. ഇപ്പം മോന് 1.25 വയസ്സായി. ആളിപ്പോൾ നടക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹസ്ബൻഡിന് ജോലിയില്ലാതെ കോവിഡ് സമയത്ത് അവിടെ കുവൈറ്റില്ല, ഖത്തറിലായിരുന്നു, നല്ല ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കോവിഡായിട്ട് തിരിച്ചു വരേണ്ടി വന്നു ആൾക്ക്. പിന്നീട് പോകാൻ കഴിഞ്ഞില്ല. ആ വർഷം തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് 2023 ജൂണിൽ തന്നെ ഹസ്ബൻഡിന് സൗദിയിൽ ജോലി ലഭിച്ച് പോവുകയും ചെയ്തു. ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകിയ അമ്മയ്ക്ക് 1000 നന്ദി. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ആ പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം TV ലൈവ് കാണും, പ്രാർത്ഥിക്കുകയും എല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. കൃപാസന പത്രം ഞങ്ങൾ അന്ന് മേടിച്ചുകൊണ്ട് പോയി. പിന്നീട് എനിക്ക് റെസ്റ്റ് ആയതുകൊണ്ട് പിന്നീട് വരാൻ സാധിച്ചില്ല. പിന്നീട് ഞങ്ങൾ ഇപ്പോഴാണ് വരുന്നത്. മുടങ്ങാതെ പത്രം ഇവിടുത്തത് കിട്ടും. അങ്ങനെ ഞങ്ങളത് മുടങ്ങാതെ വായിക്കുന്നുണ്ട്. ധ്യാനവും അച്ഛൻ്റെത് TV വഴി ഞങ്ങൾ കാണുന്നുണ്ട്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായത്തിൽ 7-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് സക്കറിയ പ്രവാചകന് ലഭിക്കുന്ന അരുളപ്പാടാണ് നമ്മൾക്ക് തുടർന്നൊക്കെ ബൈബിളിൽ കാണുവാൻ കഴിയുന്നത്. പ്രായം കവിഞ്ഞവർ, അതാണ് ഇവിടെ പറയുന്നത്. ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു, എലിസബത്ത് വന്ധ്യയായിരുന്നു എന്ന്. നമുക്ക് കൃപാസന അൾത്താരയിൽ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ 25 വർഷത്തിന് ശേഷം കുഞ്ഞുമായിട്ട് വന്നു നിൽക്കുന്ന അനുഭവ സാക്ഷ്യവും ഇവിടെ പങ്കുവെച്ച് കഴിഞ്ഞതാണ്. ഇത് 5 വർഷമായി മക്കളില്ല. തങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കാൻ യാതൊരു ചാൻസുമില്ല. 3 ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴൊക്കെ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അണ്ടത്തിന് ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട് ഈ മകൾക്ക് അത് സാധ്യമല്ല. വേറൊരു ഡോണറിൻ്റേത് കൊണ്ട്
അങ്ങനെയൊക്കെ കൺസീവ് ആകാൻ അത് പരിശ്രമിക്കാം, ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്നാൽ ഇവിടെ പ്രായം കവിഞ്ഞവരാണ്, വന്ധ്യയാണ് എന്നൊക്കെ പറയുന്ന സുവിശേഷ ഭാഗത്തിൽ പിന്നീട് എങ്ങനെയാണ് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് മറിയത്തെ പ്രകീർത്തിക്കുന്നു, ഇങ്ങനെയുള്ള സുവിശേഷം പിന്നീട് നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഈ വചനങ്ങൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് തിരുവചനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതാണ് ഇന്ന് നമ്മുടെ കൺമുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത, കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവർത്തികൾ നമ്മുടെ കൺമുൻപിൽ നാം അതിന് ദൃക്സാക്ഷികളാവുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.